സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ 4 ദിവസം നേരിയ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് എവിടെയും അലർട്ടുകൾ നൽകിയിട്ടില്ല. ഇന്നലെ 4 ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 15.5 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് 14 ജില്ലകളിലും ഉള്ളത്. 8-ാം തീയതി വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുമുണ്ട്. ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ തമിഴ്നാട് തീരം, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയോ ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയോ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും തന്നെയാണ് സാധ്യതയുള്ളത്. ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതുമല്ല. എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കാണാതായ യമൻ പൗരന്മാരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. കുളിക്കാൻ ഇറങ്ങിയ യമൻ പൗരന്മാരായ 2 പേരെയാണ് കാണാതായത്. 22 വയസ്സുള്ള ജിബ്രാൻ ഖലീൽ, 21 വയസ്സുള്ള അബ്ദുൽ സലാം മവാദ് എന്നിവരെയാണ് കാണാതായിട്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നത് തന്നെയായിരിക്കും. 9 പേരടങ്ങുന്ന യമൻ വിദ്യാർത്ഥികൾ കോയമ്പത്തൂരിൽ നിന്നും കേരളം കാണാൻ എത്തിയതായിരുന്നു. കോയമ്പത്തൂർ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കാലാവസ്ഥ മോശമായതിനാൽ കടലിൽ ഇറങ്ങരുത് എന്ന് മത്സ്യത്തൊഴിലാളികൾ വിദ്യാർത്ഥികളോട് പറഞ്ഞ കാര്യമായിരുന്നു. എന്നാൽ ഭാഷ അറിയാത്തതിനാൽ ഇവർക്ക് കാര്യം മനസ്സിലായില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപകടത്തിൽപ്പെട്ട ഒരാൾ കോയമ്പത്തൂരിലെ കോഴ്സ് പൂർത്തിയാക്കി നാട്ടിൽ മടങ്ങാനിരിക്കെയാണ് അപകടമുണ്ടായത്.